നമസ്കാരം. എല്ലാവർക്കും ബിസിനസ് ഹോളിക്കിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ളത് ഗ്രേസ് കാർസ് എന്ന ബിസിനസ്സിൻ്റെ ഓണറായിട്ടുള്ള അജു വർഗീസ് ചേട്ടനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അജു ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. അജു ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. അജു ചേട്ടൻ്റെ നാട് എവിടെയാണ്? നാട് കൊല്ലം ജില്ലയിൽ പത്തനാപുരം. ഈ പത്തനാപുരത്ത് നിന്ന് എങ്ങനെയാണ് UK എത്തിയത്? പത്തനാപുരത്ത് നിന്ന് UK എത്തിയത് 2008 എൻ്റെ വൈഫാണ് ആദ്യം ഇവിടെ എത്തിയത്. അപ്പോൾ പുള്ളിക്കാരൻ ഡിപ്പെൻഡൻ്റായിട്ട് ഞാൻ 2008 ഇവിടെ എത്തിയത്. അജുചേട്ടൻ്റെ പ്രൊഫഷൻ എന്താണ്? ഞാൻ നേഴ്സാണ്, BSc നേഴ്സാണ്. BSc നേഴ്സായിട്ടുള്ള ഒരാൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതൊരു വലിയ സ്റ്റോറിയാണ്. എനിക്ക് പണ്ടേ കാറിനോട് ഭയങ്കര ക്രൈസ് ഉണ്ട്. വണ്ടി ഓടിക്കുക അതൊക്കെ വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമെന്നോ ഒന്നും എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത് 2018. അത് ഈ കോവിഡ് ടൈമാണ്. കോവിഡ് ടൈം അറിയാലോ, നമുക്ക് ആൾക്കാരുമായിട്ട് പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്നും പറ്റാത്ത സമയത്താണ് എൻ്റെ ഈ ബിസിനസ് തുടങ്ങിയത്. അപ്പം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. അത് എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി അക്കൗണ്ടിങ് സെക്ഷനൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പം ഞാൻ പണ്ട് ഈ ഫോൺ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റിപ്പയറിംഗ് ഒക്കെ ചുമ്മാ ടൈം പാസിന് വേണ്ടി ഇവിടെ വന്ന് പഠിച്ചതാണ്. അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഫോൺ കംപ്ലയിൻറ്റ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് ചെയ്യുമോയെന്ന് ചോദിച്ചു. ഞാനത് റിപ്പയർ ചെയ്ത് കൊടുത്തു. പുള്ളി ഭയങ്കര ഹാപ്പിയായി. അപ്പം പുള്ളി അന്ന് തൊട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അജു ഒരു ബിസിനസ് തുടങ്ങ്, ഈ മൊബൈൽ ഫോണിൻ്റെ തന്നെ ഒരു ബിസിനസ് തുടങ്ങ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി ആ സമയത്ത് നമ്മുടെ വൈഫിന് വേണ്ടി ഒരു കാറ് വാങ്ങിച്ചു. ഒരു BMW X1 വണ്ടിയാണെന്ന് തോന്നുന്നു. അത് ആദ്യമായിട്ടെടുത്ത് വൈഫിന് വേണ്ടി വാങ്ങിച്ചതാണ്. അത് വാങ്ങിച്ച് വൈഫിനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചപ്പോൾ എന്നാൽ ഞങ്ങൾ വിചാരിച്ചത് അങ്ങ് സെയിൽ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക്, നമ്മൾ മാർക്കറ്റ് പ്ലേസ് ത്രൂ വളരെ സിമ്പിളായിട്ട്, അന്ന് നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ മാർക്കറ്റ് പ്ലേസ് ത്രൂ അത് സെയിലിനിട്ടു. അത് ഞാൻ രാവിലെ സെയിലിനിട്ടു, വൈകിട്ടായപ്പോൾ വണ്ടി സെയിലായി. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുക. അപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റിൽ ആ വണ്ടി പോവുകയും ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഈ കാറിൻ്റെ സെയിൽ തുടങ്ങിയാൽ നല്ലൊരു പ്രോഫിറ്റാണ്. പിന്നെ നമ്മുടെ ആ കൂട്ടുകാരൻ പറയുന്ന പുള്ളി എൻ്റെ മോട്ടിവേഷൻ, പുള്ളി എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് ഈ ബിസിനസ് തുടങ്ങുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കാറിൻ്റെ ഒരു പരിപാടി നമുക്ക് ചെയ്താലോ എന്ന്. അപ്പം പുള്ളി പറഞ്ഞു, ധൈര്യത്തോടെ ചെയ്, അതിൻ്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ കമ്പനി പുള്ളി ഒരു അക്കൗണ്ടിങ് ആകും, പുള്ളിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയാണ് ഞങ്ങൾ സഡൻലി തുടങ്ങിയ ഒരു പരിപാടിയാണ് കാറിൻ്റെ ഇത്. പിന്നെ അത് എങ്ങനെ ഇത്രയും സക്സസ് ആയെന്നൊക്കെ ചോദിച്ചാൽ, അതിൻ്റെ പുറകിൽ ഒരുപാട് ഇതുണ്ട്. നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ലണ്ടനിലുള്ള പുള്ളിക്കാരനെ ഞാൻ യാദൃച്ഛികമായിട്ട് പരിചയപ്പെട്ടതാണ്. പുള്ളിയാണ് എനിക്ക് ഈ വണ്ടിയുടെ അവൈലബിലിറ്റി, എവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്യണം, എങ്ങനെ സെയിൽ ചെയ്യണം, അല്ലാതെ എനിക്കിതിൻ്റെ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ കാറിൻ്റെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ, ഇത് പേഴ്സണലി പറയുവാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒരുപാട്. കാറെന്ന് പറയുന്നത് ഇതൊരു മെഷീനല്ലേ. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്ത് ചിലപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ആവാം, ചിലപ്പോൾ ഇതിന് ഫോൾട്ടുള്ള ചില ആൾക്കാർ നമ്മളെ ചീറ്റ് ചെയ്യും. അങ്ങനെ വണ്ടി എടുത്ത് വരുമ്പോൾ അപ്പോൾ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നമുക്കൊരു നോളജ് വേണം, വണ്ടിയെപ്പറ്റി നല്ലൊരു നോളജ് വേണം. പക്ഷേ എനിക്കില്ലാത്തതും അതാ, എനിക്ക് വണ്ടിയുടെ ഒരു കാര്യവും അറിയത്തില്ല. അപ്പം ഞാനിത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. നമുക്ക് നോളജ് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ചെന്ന് ഇറങ്ങുമ്പം അതിന് നമുക്ക് ഒരുപാട് ബാക്ക് സപ്പോർട്ട് വേണം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാവാം, എനിക്ക് നല്ലൊരു ടീമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ സുഹൃത്തുക്കളും പിന്നെ ലണ്ടനിലുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ, പുള്ളിക്കാരൻ ഒരു നിയർലി 20 വർഷം കൊണ്ട് ഈ ഫീൽഡിലുള്ളതാണ്. പുള്ളി എനിക്ക് തരുന്നൊരു സപ്പോർട്ടെന്ന് വെച്ചാൽ അതെനിക്ക് പറയാൻ വാക്കുകളില്ല. കാര്യം അതുപോലൊരു ബിഗ് സപ്പോർട്ടാണ് തരുന്നത്. പുള്ളിയാണ് എനിക്ക് ഈ നമ്മൾ ബേസിക് കാര്യം, നമ്മൾ ഇതിൻ്റെ ഒരു ട്രേഡ് ഇൻഷുറൻസ് എടുക്കണം, ട്രേഡ് പ്ലേറ്റിന് അപ്ലൈ ചെയ്യണം, കാർഡ് മെഷീൻ അപ്ലൈ ചെയ്യണം, പിന്നെ ഈ വണ്ടിയുടെ അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ അതൊരു കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് ആവണം, പിന്നെ സെയിൽ ചെയ്യണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം, പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ
സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതിനകത്ത് പ്രധാനമായിട്ട് നേരിട്ടത്? മെയിനായിട്ടുള്ളത് വണ്ടിയുടെ അവൈലബിലിറ്റി, കാറ് അവൈലബിൾ. നമ്മളിപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ 1-2 വണ്ടികളെടുത്ത് അങ്ങനെയൊക്കെ സെയിൽ ചെയ്തേ. പക്ഷേ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ എക്സ്പെൻസ് ഒരുപാട് കൂടാൻ തുടങ്ങി. കാര്യം മെക്കാനിക്ക് വേണം, പിന്നെ അതിൻ്റെ സർവീസ്, അങ്ങനെ വരുമ്പോൾ നമുക്ക് 1-2 കാറ് സെയിൽ ചെയ്താൽ നമ്മുടെ എക്സ്പെൻസ്, നമുക്ക് ട്രേഡ് ഇൻഷുറൻസ് വേണം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പം പിന്നെ ഇതിനെ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വളരെ ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തേ. ഒരു 5 വണ്ടി വാങ്ങിച്ച് സെയിൽ ചെയ്താണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പം ദൈവാനുവദിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരു 100-150 കാറ് ഒരേ സമയത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ. ആ ചെറിയ ഒരു ബിസിനസ്സിൽ നിന്ന് ഇങ്ങനെ വലിയൊരു ബ്രാൻഡായിട്ട് മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അത് എത്രയും അച്ചീവ് ചെയ്യാൻ സാധിച്ചത്? അതിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയായിരുന്നു ആ ബിസിനസ്സിൻ്റെ? അത് സത്യം പറഞ്ഞാൽ ഫസ്റ്റിലെ ദൈവത്തിൻ്റെ ഒറ്റ ഇതാണ്. പിന്നെ എൻ്റെ ഫാമിലി തരുന്ന ഒരു സപ്പോർട്ട്. ഫാമിലി എന്ന് വെച്ചാൽ ആ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു എല്ലാ ബിസിനസ്സും അതെ, പിന്നെ ഈ ഒരു ബിസിനസ്സിൽ എസ്പെഷ്യലി നമ്മൾ ചില ദിവസം രാവിലെ ഇതിനൊരു ടൈം ഷെഡ്യൂൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം രാവിലെ ചില ദിവസം ഞാൻ അതിരാവിലെ ഇറങ്ങി പോയിട്ട് രാത്രി 10 മണിക്ക് 11 മണിക്കൊക്കെയാണ് തിരിച്ച് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ചൈൽഡ് കെയർ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം അവർ തരുന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. അത് പിന്നെ എനിക്ക് നല്ലൊരു ടീമുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ നല്ലൊരു ടീമുണ്ട്. അവരുടെ സപ്പോർട്ടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല 2-3 മെക്കാനിക്കുണ്ട്, പിന്നെ നല്ല MOT ടെസ്റ്ററുണ്ട്, പിന്നെ ക്ലീനിങ് കാർ വാഷിംഗ് സെക്ഷനുണ്ട്. പിന്നെ അവർക്കെല്ലാം കൂടെ എനിക്ക് നല്ലൊരു ടീം എൻ്റെ കൂടെ ഉണ്ടായിട്ട് മാത്രമാണ് ഇത്രയും വണ്ടികൾ സെയിൽ ചെയ്യാനായാലും ഈ ഒരു 2018 നിന്ന് ഈ 2024 എത്തി നിൽക്കുമ്പം ഇത്രയും ഒരു വലിയൊരു ഇമ്പ്രൂവ് തന്നത് ആ ഒരു ടീമിൻ്റെ ഒറ്റ സപ്പോർട്ടാണെന്ന് ഞാൻ പറയും. എന്താണ് ഗ്രേസ് കാർസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ വൺ സ്റ്റോപ്പ്. കാര്യം ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നാൽ A to Z കാര്യങ്ങൾ അവിടെ തന്നെ ചെയ്തു വിടണം. കാര്യം നമുക്ക് സർവീസ് ആണെങ്കിലും MOT ആണെങ്കിലും പിന്നെ കാർ വാഷിംഗ് ആണെങ്കിലും പോളിഷിങ്, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, ടയർ സർവീസ് ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കണം. അതാണ് എൻ്റെ ഒരു വലിയ അംബീഷനാണ്. അത് ദൈവം അനുവദിച്ചാൽ ഈ 2025-26 കൂടി സക്സസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാനും എൻ്റെ ടീമും കഠിനമായിട്ട് പരിശ്രമിക്കുവാണ്. അത് മിക്കവാറും ഈ വർഷം അടുത്ത വർഷത്തോടു കൂടി സക്സസ് ആവും. ഓക്കെ, പുതിയതായിട്ട് ബിസിനസ്സിലോട്ട് കടന്നു വരുന്നത് എന്താണ് അജു ചേട്ടന് കൊടുക്കാനുള്ള അഡ്വൈസസ്? അത് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഈ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്ന്. നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. പിന്നെ പേഷ്യൻസ്, നല്ല ക്ഷമയുള്ളവരായിരിക്കണം. കാര്യം എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം നിയർലി ഒരു 200-250 കസ്റ്റമറിനെ ഡീൽ ചെയ്യും. പല രൂപത്തിൽ, അത് കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും പിന്നെ പല രീതിയിലുള്ള പല ആൾക്കാരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. അപ്പം നമുക്ക് നല്ലൊരു പേഷ്യൻസ് വേണം. എന്ന് വെച്ചാൽ ഈ 250 പേര് 250 മൈൻഡുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെയെല്ലാം നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണം. അപ്പോൾ ചിലപ്പോൾ അവരുടെ പ്രഷറായിരിക്കും നമ്മുടെ അടുത്ത് അവരിത് ചെയ്യുമ്പോൾ നമ്മളത് തിരിച്ച് ഫുൾ പ്രഷർ കൊടുത്താൽ അത് ടോട്ടലി ഇതായിപ്പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല പേഷ്യൻസ് ആയിരിക്കണം, പിന്നെ നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്യണം. പിന്നെ മെയിനായിട്ടുള്ളത് മണി റോൾ ചെയ്യണം. നമ്മുടെ മണി മാനേജ്മെൻറ്റ് ഇതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. കാര്യം നമ്മൾ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്. അവർ ഇപ്പോൾ നമ്മുടെ വണ്ടികൾ എത്ര സെയിലാവുന്നു അതനുസരിച്ച് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. അല്ലാതെ ഒരുപാട് വണ്ടികൾ വാങ്ങിച്ചിട്ടിട്ട് സെയിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ പൈസ അവിടെ സ്റ്റക്കാവുക, പിന്നെ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഈ ഒരു ഫീൽഡെന്ന് വെച്ചാൽ നമ്മളൊരു 50 കാറ് സെയിൽ ചെയ്താൽ അതിലൊരു 2-3 കാറ് മിനിമം തിരിച്ച് റിട്ടേൺ വരുമെന്ന് മൈൻഡിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ട് മാത്രമേ സെയിൽ ചെയ്യാവൂ. കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല, ചില വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആവും, ചിലതിന് പല പ്രോബ്ലംസ് വരും. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് അത് റോൾ ചെയ്യാനുള്ള പൈസ കാര്യങ്ങൾ ഒരിക്കലും അത് നമ്മുടെ ബിസിനസ്സിൽ ബാധിക്കില്ല. നമ്മുടെ പർച്ചേസിങ്ങിലെയോ സെയിലിനെ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി റോളിങ് ഇതിലൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ
എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോവുക. പിന്നെ എൻ്റെ ഇത് വെച്ച് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് എനിക്ക് ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ 2018 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വളരെ വളരെ ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും ഗ്രേസ് കാഴ്സ് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.